മലയാളികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും യൂട്യൂബിലൂടെയും ഏറ്റവും പരിചിതരായ കുടുംബങ്ങളിൽ ഒന്നാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. അദ്ദേഹത്തിന്റെ മക്കളായ അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്നിവർ തങ്ങളുടേതായ ഡിജിറ്റൽ ഇടങ്ങൾ നിർമ്മിച്ചെടുത്ത് വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയവരാണ്. ഇവരിൽ വിരളമായി മാത്രം തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് Q&A വീഡിയോകൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇഷാനി കൃഷ്ണ. എന്നാൽ ഇത്തവണ ഇഷാനി തന്റെ ആരാധകർക്കായി വലിയൊരു സർപ്രൈസ് തന്നെയാണ് നൽകിയത്. 2 ഭാഗങ്ങളിലായി പുറത്തുവിട്ട Q&A വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ തന്റെ ജീവിതത്തിലെ പല വ്യക്തിപരമായ അനുഭവങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഇഷാനി രംഗത്തെത്തിയിരുന്നു. ഡ്രൈവിംഗ് പഠിക്കാനുണ്ടായ സാഹചര്യം, കൗമാരകാലത്ത് മുഖക്കുരു ഉണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ ട്രിപ്പ് പ്ലാനിംഗ് വിശേഷങ്ങൾ എന്നിവയെല്ലാം വളരെ രസകരമായും ആത്മാർത്ഥതയോടും കൂടിയാണ് താരം പങ്കുവച്ചിരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിക്കുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സ്വന്തം അനുഭവം മുൻനിർത്തി ഇഷാനി വിശദീകരിക്കുന്നുണ്ട്. പലർക്കും ലൈസൻസ് ലഭിച്ചാലും വണ്ടിയുമായി പ്രധാന റോഡുകളിലേക്ക് ഇറങ്ങാൻ വലിയ ഭയമായിരിക്കും. ഇഷാനിയും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ്. പലരെയും പോലെ ലൈസൻസ് കിട്ടിയ സമയത്ത് വണ്ടി ഓടിക്കാൻ വലിയ പേടിയായിരുന്നു ഇഷാനിക്കും. അതുകൊണ്ട് തന്നെ ലൈസൻസ് കിട്ടിയിട്ടും താരം വാഹനം പുറത്തെടുത്തിരുന്നില്ല. എന്നാൽ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കാൻ നിർബന്ധിതരായപ്പോൾ ഉണ്ടായ മടുപ്പാണ് ഇഷാനിയെ വീണ്ടും ഡ്രൈവിംഗിലേക്ക് ചിന്തിപ്പിച്ചത്. പുറത്തിറങ്ങണമെന്ന ആഗ്രഹവും സ്വാതന്ത്ര്യബോധവും ഡ്രൈവിംഗ് വീണ്ടും പൊടിതട്ടിയെടുക്കാൻ കാരണമായി. ലൈസൻസ് ഉണ്ടായിട്ടും കൃത്യമായി വണ്ടി ഓടിക്കാൻ അറിയാത്തവരെയും ഭയമുള്ളവരെയും പരിശീലിപ്പിക്കുന്ന രഘുവരൻ സാർ എന്ന ഇൻസ്ട്രക്ടറുടെ കോണ്ടാക്ട് ലഭിച്ചതാണ് ഇഷാനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ മികച്ച അധ്യാപന രീതിയിലൂടെ ഒരൊറ്റ മാസം കൊണ്ട് ഇഷാനിയും സഹോദരി ദിയയും ഡ്രൈവിംഗ് കൃത്യമായി പഠിച്ചെടുത്തു. എന്നിരുന്നാലും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള ആത്മവിശ്വാസം വരാൻ ഇഷാനിക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വന്നു. തുടക്കത്തിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ആരെങ്കിലും കോ ഡ്രൈവർ സീറ്റിൽ ഉണ്ടാകണമായിരുന്നു. സുഹൃത്തായ അർജുൻ പണ്ട് തന്റെ കാറിൽ ഇഷാനിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവനൊപ്പമുള്ളത് ഇഷാനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു. ഒരു ദിവസം എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അർജുനെ വിളിച്ച് വണ്ടിയുമായി വന്ന് പിക്ക് ചെയ്യട്ടെ എന്ന് ഇഷാനി ചോദിച്ചു. അർജുന്റെ പിന്തുണയോടെ അന്ന് കുറേ ദൂരം വണ്ടി ഓടിച്ചതോടെയാണ് ഇഷാനിയുടെ മനസ്സിലെ ഭയം പൂർണ്ണമായി മാറിയത്. പിന്നീട് അച്ഛനെയും അമ്മയെ ഒപ്പം ഇരുത്തിയും ഒടുവിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ തനിച്ചും ഇഷാനി വണ്ടി ഓടിച്ചു തുടങ്ങി. തന്റെ അനുഭവത്തിനൊപ്പം മൂത്ത സഹോദരി അഹാന ഡ്രൈവിംഗ് പഠിച്ച സാഹചര്യം ഇഷാനി ഓർത്തെടുക്കുന്നുണ്ട്. അഹാന ഇഷ്ടം കൊണ്ട് പഠിച്ചതിനേക്കാൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പഠിച്ചതായിരുന്നു. പണ്ട് വീട്ടിൽ ഡ്രൈവർ ഇല്ലാതിരുന്ന സമയത്ത് അനിയത്തിമാരുടെ ട്യൂഷൻ ക്ലാസ്സുകളിലും മറ്റും കൊണ്ടുപോകേണ്ട ചുമതല അഹാനയ്ക്കായിരുന്നു. അങ്ങനെയാണ് അഹാന ഡ്രൈവിംഗ് പഠിക്കുന്നത്. തുടക്കത്തിൽ അഹാനയ്ക്ക് വലിയ ആത്മവിശ്വാസം ഇല്ലായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ശീലമായി മാറി. ഡ്രൈവിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണെന്നും അത് നൽകുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണെന്നും ഇഷാനി അടിവരയിട്ട് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരപുത്രിമാരുടെ ചർമ്മ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമുണ്ടാകാറുണ്ട്. ഇഷാനിയുടെ സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഒരു കാലത്ത് താൻ നേരിട്ട വലിയൊരു മാനസിക വിഷമത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞത്. പീരിയഡ്സ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ തനിക്ക് മുഖക്കുരു വരാറുണ്ടെന്നും ഇഷാനി പറയുന്നു. ഇത് ചിലപ്പോൾ ജനറ്റിക്സ് കാരണമായിരിക്കാം. ചെറിയ കുരുക്കൾക്ക് പകരം വളരെ വലിയ മുഖക്കുരുക്കളാണ് ഇഷാനിയുടെ മുഖത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ചും ആദ്യമായി പുരികം ത്രെഡ് ചെയ്തതിനു ശേഷം മുഖത്ത് വന്ന ഒരു വലിയ കുരു ഇഷാനിയെ മാനസികമായി വല്ലാതെ തളർത്തിക്കളഞ്ഞു. അത് വലിയ രീതിയിലുള്ള ഇൻസെക്യൂരിറ്റിക്കും കാരണമായി. ആ സമയത്ത് ആളുകൾ കളിയാക്കുമായിരുന്നതിനെക്കുറിച്ചും ഇഷാനി ഓർക്കുന്നു. താൻ പഠിച്ചിരുന്നത് ഗേൾസ് സ്കൂളിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി എന്നും താരം പറയുന്നു. ഒരുപക്ഷെ ബോയ്സ് സ്കൂളിലായിരുന്നുവെങ്കിൽ ആ വലിയ കുരുവുമായി താൻ ഒരിക്കലും ക്ലാസ്സിൽ പോവില്ലായിരുന്നുവെന്നും അത്രത്തോളം ഗതികേടിലായിരുന്നു താനെന്നും ഇഷാനി വെളിപ്പെടുത്തി. നിലവിൽ മുഖത്തെ ചെറിയ കുഴികളും കുരുക്കളും മാറ്റാനായി താൻ കൃത്യമായ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ടെന്നും ഇഷാനി കൂട്ടിച്ചേർത്തു. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. അവരുടെ ഫാമിലി ട്രിപ്പ് വീഡിയോകൾക്കെല്ലാം വലിയ കാഴ്ചക്കാരുമുണ്ട്. എന്നാൽ ഈ യാത്രകളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആരാണെന്ന ചോദ്യത്തിന് വളരെ രസകരമായ മറുപടിയാണ് ഇഷാനി നൽകിയത്. വീട്ടിലെ എല്ലാ ഫാമിലി ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത് അഹാനയാണ്. ഇതിനെ ഇഷാനി വിശേഷിപ്പിക്കുന്നത് മൂത്ത കുട്ടി സിൻഡ്രോം എന്നാണ്. മിക്ക കുടുംബങ്ങളിലെ മൂത്ത കുട്ടികളാണല്ലോ യാത്രകളുടെയും മറ്റ് പ്ലാനിങ് ഏറ്റെടുക്കാറുള്ളത്. ഇഷാനിക്കും യാത്രകൾ പ്ലാൻ ചെയ്യാൻ വലിയ താല്പര്യമുണ്ട്. തൻ്റെ സുഹൃത്തുക്കളുമൊത്തുള്ള ട്രിപ്പുകളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് ഇഷാനി തന്നെയാണ്. താനൊരു മികച്ച ട്രിപ്പ് പ്ലാനർ കൂടിയാണെന്ന് താരം അവകാശപ്പെടുന്നു. ഫാമിലി ട്രിപ്പുകളുടെ കാര്യത്തിൽ തനിക്ക് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വീട്ടിൽ തനിക്ക് അതിനുള്ള സ്ഥാനമില്ലെന്നാണ് ഇഷാനി ചിരിയോടെ പറയുന്നത്. താൻ ചെന്ന് എന്തെങ്കിലും പ്ലാൻ പറഞ്ഞാൽ വീട്ടുകാർ പോയി പണി നോക്കാൻ പറയും. അതുകൊണ്ട് തന്നെ കുടുംബയാത്രകളുടെ പ്ലാനിങ്ങിൽ താൻ വലുതായി ഇടപെടാറില്ലെന്നും അഹാന പറയുന്ന വഴിയെ യാത്ര ചെയ്യുകയാണ് പതിവെന്നും ഇഷാനി വ്യക്തമാക്കുന്നു.
സാധാരണ ഈ സെലിബ്രിറ്റികൾ തങ്ങളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ തന്റെ പേടികളെയും അപകർഷാബോധത്തെയും കുറിച്ച് ഇഷാനി തുറന്നു പറഞ്ഞത് ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ പേടിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾക്ക് ഇഷാനിയുടെ ഡ്രൈവിംഗ് അനുഭവം വലിയൊരു പ്രചോദനമാണ്. അതുപോലെ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന കൗമാരക്കാർക്കും തങ്ങളും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവരാണെന്ന ഇഷാനിയുടെ വാക്കുകൾ വലിയ ആശ്വാസം നൽകും.